ഡൽഹി ദ്വാരക സെക്ടറിലെ ഷാബ് അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. തീപിടുത്തത്തെ തുടർന്ന് 2 മക്കളുമായി അച്ഛൻ താഴേക്ക് ചാടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അപകടത്തിൽ 3 പേർ മരിച്ചു. ശരത് ലാലുണ്ട് വിവരങ്ങളുമായി. ശരത്ത്, ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് കാണിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ചാടിയ ഈ അച്ഛനും മക്കളുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? വിശദാംശങ്ങൾ. ഒരു വളരെ ഷോക്കിംഗ് ആയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ചാടിയ അച്ഛനും യാഷ് യാദവ് എന്നുള്ളതാണ് അച്ഛൻ്റെ. 35 വയസ്സുള്ള യാഷ് യാദവും അതേപോലെ 10 വയസ്സും 9 വയസ്സുള്ള ഒരു ആൺകുട്ടി മക്കൾ, യാഷ് യാദവിന്റെ മക്കളായ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് ചാടിയത്. 3 പേരും ആശുപത്രിയിൽ വെച്ച്, ദ്വാരകയിലെ ആകാശ് ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ എന്നാൽ യാഷ് യാദവിന്റെ ഭാര്യയെയും മൂത്ത മകനെയും രക്ഷിക്കാൻ ഫയർ സർവീസുകാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഇന്ന് രാവിലെ 10 മണിയോടെ 9:58 യഥാർത്ഥ സമയം. ഇത് ഇനി ഈ ദ്വാരക സെക്ടർ 13 അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ 6ാം നിലയിൽ തീപിടിക്കുന്നത്. ഈ തീപിടുത്തം നിയന്ത്രണാധീനമാക്കാൻ കഴിഞ്ഞില്ല. 2 ഫയർ സർവീസുകൾ ആദ്യം എത്തിയെങ്കിലും തീപിടുത്തം നിയന്ത്രണമാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങൾ, മനസ്സിന് വിഷമമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ദൃശ്യങ്ങൾ, നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങൾ കാണുന്നത്. പുറത്തേക്ക് ചാടുകയായിരുന്നു ആദ്യം മക്കളും, പിന്നെ യാഷ് യാദവും പുറത്തേക്ക് ചാടുന്ന യാഷ് യാദവ് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ തീപിടുത്തം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടില്ല. രാവിലെ തന്നെ ഇത്തരമൊരു തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ ഈ അപ്പാർട്ട്മെന്റിലെ 18ഓളം ഫ്ലോറുകളിലുള്ള, അല്ലെങ്കിൽ 18ഓളം ട്വിൻ അപ്പാർട്ട്മെന്റാണ്, 18ഓളം ഫ്ലോറുകളുണ്ട്. ഈ ഫ്ലോറുകളിൽ അവരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളപായങ്ങൾ ഉണ്ടായില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ മരണപ്പെട്ട യാഷ് യാദവിന്റെ അദ്ദേഹം ഒരു ഫ്ലക്സ് ബിസിനസ് നടക്കുന്ന വ്യക്തിയാണ്. ഫ്ലക്സ് സാമഗ്രികളും എളുപ്പം തീപിടിക്കാവുന്ന ഫ്ലക്സ് മെറ്റീരിയലും വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഫയർ സർവീസുകൾ പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് തന്നെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും ദുരന്തമാണ്. ഈ 3 പേരും താഴേക്ക് ചാടിയ അച്ഛനും 2 മക്കളും മരണപ്പെട്ടു എന്ന ഒരു ദുരന്ത വാർത്തയാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. അഖില. ഡൽഹി ദ്വാരക സെക്ടറിലെ അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തത്തിലെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ശരത് ലാൽ നൽകിയത്.